അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. 371 കോടി രൂപ പാവപ്പെട്ട യതീമീങ്ങൾക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് അലി നൽകിയെന്നുള്ള വാർത്ത വലിയ സന്തോഷമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുൽ ലൻ തനാൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ. അള്ളാഹുവിന് നൽകുന്ന സംഖ്യ ഇഷ്ടപ്പെടുന്ന സംഖ്യ ആയിരിക്കണം എന്നുള്ളതാണ്. നാം ഒരാൾക്ക് ഒന്നെങ്കിൽ കൊടുക്കുമ്പോൾ അതൊരു ഇഷ്ടപ്പെട്ടത് നല്ലൊരു സംഖ്യ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുക, അത് അത്ര വലിയ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഖ്യയാണ്. അല്ലാത്തവർക്ക് അതൊരു തുച്ഛമായിരിക്കും. നമുക്കിഷ്ടപ്പെടുന്നത്, കാരണം അത് അള്ളാഹുവിന് കൊടുക്കുന്നതാണ്, ശാശ്വതമായി നിലനിൽക്കുന്ന സ്വതക്കയാണ്. 371 കോടി പാവപ്പെട്ട യതീമീങ്ങൾ, പാവം എത്ര ദിവസങ്ങൾ, എത്ര ആളുകളുണ്ടെന്നറിയോ? ഒരു നേരത്തെ നോമ്പ് തുറക്ക് വേണ്ടി പോലും ഒരു തിന്നാൻ വകയില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ എത്ര ആളുകളുണ്ട് നമ്മുടെ നാടിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. ഇവരോട്, കാരണം ഇത് റഹ്മത്തിൻ്റെ പത്താണ്, കരുണ ചെയ്യേണ്ട പത്താണ്. ഒരു നേരത്തെ നോമ്പ് തുറക്ക് വേണ്ടി വാപ്പ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് കാത്തു നിൽക്കുന്ന മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കൾ, ആ വാപ്പ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വാപ്പയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന മക്കൾ, ഒന്നുമില്ലാതെ, വാപ്പയില്ലാത്ത മക്കൾ, യതീമീങ്ങൾ, അവർക്കൊക്കെ ആരാണ് തുണ? അവരെ സംരക്ഷണം ഏറ്റെടുക്കലൊക്കെ സമ്പന്നരായ പാവപ്പെട്ടവരുടെ ഇത്തരത്തിലുള്ള ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാണ്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് അന വകാഫിൽ യതീം ഫിൽ ജന്നത്തി ഹക്കദ, ഞാനും ആ യതീമുകളെ സംരക്ഷിക്കുന്നവനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത എന്നെ വലിയ സന്തോഷിപ്പിച്ച്, കാരണം ഒരുപാട് പാവപ്പെട്ടവരൊക്കെ നാം കണ്ടറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അവർക്ക് നാം നൽകുക. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ എത്ര വീടുകൾ കാണാൻ, ചിലപ്പോൾ വീടുകളൊക്കെ അവരെ കാണുമ്പോൾ, അവരെ കോലൊക്കെ കാണുമ്പോൾ നാമൊക്കെ വിചാരിക്കും, കാരണം ആ ഒരു രീതിയിൽ അവർ ജീവിക്കുന്ന തന്നെ ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കുകയാണ്. ജോലിയില്ലാതെ വീട്ടിൽ കഷ്ടപ്പെട്ടിൽ കഴിയുന്നവർ, കടങ്ങളെ കൊണ്ട് പ്രയാസം കഴിയുന്ന എത്ര കുടുംബങ്ങളെന്നറിയോ? എന്തെങ്കിലും ഒരു രൂപ കിട്ടുമോ, എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കിട്ടുമോ എന്ന് എന്നെ തന്നെ വിളിച്ച ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം സഹായിക്കണം. കാരണം അത്ര വലിയ പ്രതിഫലമാണ്. കാരണം ഹജ്ജിന് പോവാത്ത ഒരാളാണല്ലോ, ഹജ്ജിന് പോയിട്ടില്ല, എന്നിട്ട് മലക്കുകളുടെ സംസാരം എന്തായിരുന്നു? ഹജ്ജിന് വരാത്ത ഒരാളുടെ, അയാളുടെ ആ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഹജ്ജിക്ക് വന്ന് മറ്റുള്ളവരുടെ എല്ലാ ഹജ്ജുകൾ സ്വീകരിക്കപ്പെട്ടും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അയാൾ ചെയ്ത അമൽ എന്താണ്? കാരണം അയാൾ ഹജ്ജിക്ക് വന്നിട്ടേ ഇല്ല. മുഅഫ്ഫഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹജ്ജിന് വന്നിട്ടില്ല, എന്നാലും മലക്കളുടെ സംസാരമാണ്, ദമസ്കൽപ്പെട്ട ഒരാൾ, അയാൾ ഹജ്ജിക്ക് വന്നില്ല. കാരണം ഈ വർഷം ഹജ്ജിക്ക് വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മലക്കുകൾ സംസാരിക്കുന്നത്. എന്നാൽ അയാൾ ഒറ്റ ഒരു കാരണം കൊണ്ട്, അയാളുടെ ഒരു ഹുർമത്ത് ബർക്കത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് മലക്കുകൾ സംസാരിക്കുകയാണ്. ആരാണ് അയാൾ? ആ സ്വപ്നത്തിൽ എഴുന്നേറ്റ് ആ വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു പുറപ്പെട്ടു. അങ്ങനെ നേരെ പോയി നോക്കുമ്പോൾ ഒരു ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അയാളുടെ പേര്, നിങ്ങളുടെ പേര് അബ്ദുൽ മുഅഫ്ഫഖാണോ? അതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്യുന്നത്? നിങ്ങൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, എന്താണ് പ്രവൃത്തി എന്ന് അറിയണമെന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. ഒന്നും കാണാനില്ല. അദ്ദേഹം ചെയ്ത ഒറ്റ ഒരു അമലാണ്. ആ ഒറ്റ അമൽ കൊണ്ട് അയാൾക്ക് ഹജ്ജിൻ്റെ പുണ്യം കിട്ടി, ഹജ്ജിന് പോവാതെ. അതുപോലെ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് വന്നവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മഹത്വമുള്ള കാര്യമാണ്. പട്ടിണി പാവങ്ങളെ സഹായിക്കുക, തിന്നാൻ വകയില്ലാത്തവർക്ക് അവരുടെ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഹജ്ജിയേക്കാൾ, ഉംറയേക്കാൾ വലിയ പുണ്യമാണ്. അതൊക്കെ സ്വർഗത്തിലേക്ക് കടത്തുന്ന അമലുകളാണ് എന്നത് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത അമൽ എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രത്യേകമായ അമലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഹജ്ജിന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അയാളും പാവപ്പെട്ട ആളാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരുപാട് പണങ്ങൾ സ്വരൂപിച്ച് അങ്ങനെ സമ്പത്തെല്ലാം ഒരുമിച്ച് കൂട്ടി ഈ വർഷം ഹജ്ജിക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാം തീർമാനം എടുത്ത ആളാണ്. പക്ഷെ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ പുറപ്പെടുന്ന സമയത്താണ് തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, അതായത് ഇറച്ചിക്കറിയുടെ ആ ഒരു ഗന്ധം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഭാര്യ പറഞ്ഞ്, കുറച്ച് കറി കൊണ്ടുവരുമോ അയൽ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയൽ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു,
കുറച്ച് കറി തരുമോ, ഭാര്യ ഗർഭിണിയല്ലേ, കാരണം ഗർഭിണിമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാൽ അത് അപ്പം തന്നെ കിട്ടണം. അങ്ങനെ ചോദിക്കുമ്പോൾ ആ വീട്ടിൻ്റെ ആ സഹോദരി പറഞ്ഞത് ഹലാലുൻ ലന വ ഹറാമുൻ അലൈക്കും, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്കിത് ഹറാമാണ്, അതുകൊണ്ട് ഇത് തരാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം എന്ത് ചോദിച്ചു, ഞാനും നിങ്ങളും എല്ലാം മുസ്ലിമീങ്ങൾ, നിങ്ങൾക്കത് ഹലാലും എനിക്ക് ഹറാമാവാൻ കാരണം എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മക്കൾ ഒരുപാട് ദിവസങ്ങളായി പട്ടിണിയാലാണ്, അങ്ങനെ ഇവരെ പട്ടിണി എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാനിങ്ങനെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കുമ്പോൾ ഒരു ചത്ത് കിടക്കുന്ന ഒരു കഴുതയുടെ മാംസം എടുത്തു കൊടന്ന് അത് ഞാൻ ഇവിടെ കറി വെച്ചതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് വല്ലാണ്ട് ദുഃഖമായി. സുബ്ഹാനല്ലാഹ്, ഇത്രയും പാവപ്പെട്ടവരുടെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഞാൻ പരിഗണിച്ചല്ലോ. നേരെ വീട്ടിലേക്ക് പോയി അതാ ഹജ്ജിന് വേണ്ടി സ്വരൂപിച്ച് എല്ലാം പണം എടുത്തു കൊണ്ടുവന്ന് ആ സഹോദരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹംഫിഖ്, നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ ചെലവഴിക്കുമെന്ന് പറഞ്ഞു. അല്ല, സങ്കടപ്പെട്ടു. ആ ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ പ്രതിഫലമാണ് കൊടുത്തത്. ഹജ്ജിൻ്റെ പ്രതിഫലം എന്നല്ല, അയാളെ കാരണം കൊണ്ട് ആ വർഷം ഹജ്ജിക്ക് വന്ന ഒരാളുടെ ഹജ്ജും സ്വീകരിച്ചില്ല, അയാളുടെ ഒറ്റ കാരണം കൊണ്ട് ഹജ്ജ് സ്വീകരിക്കപ്പെട്ടെന്ന ഹദീസിൽ കാണുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, അവർക്ക് കരുണ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ, നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നാം ഭൂമിയുള്ളവരോട് കരുണ ചെയ്യണം എന്നുള്ളതാണ്. കരുണ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുത്തായ റസൂലിൻ്റെ കാരുണ്യത്തിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും. സാമ്പത്തികമായിട്ട് മാത്രമല്ല മനുഷ്യരോട് കരുണ ചെയ്യുന്നത്, നമുക്ക് ശാരീരികമായി സാധിക്കുമെങ്കിൽ അങ്ങനെ ഏത് നിലക്ക് കരുണ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നമുക്കൊണ്ട് എന്തിനു സാധിക്കും. എൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് മറ്റുള്ളവൻ്റെ സങ്കടത്തിൻ്റെ വിഷയത്തിൽ അവനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്ര വലിയ പുണ്യമാണ്. ആ ഒരു ചെറിയ ഒരു കാര്യം എന്ന് നിസ്സാരമായി കാണുന്ന ചില അമലുകൾക്ക് നാളെ പരലോകത്തൊക്കെ വലിയ പുണ്യമാണ്. അതൊക്കെ പഠിച്ച ആളാണ് ഈ ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലിയെ പോലത്തെ ആളുകൾ. കാരണം ഇത്ര വലിയൊരു തുക ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കണേ, സന്മനസ്സുക വരിക എന്ന് പറഞ്ഞാൽ അത് ഈമാനിൻ്റെ അടയാളമാണ്. ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകേണ്ടതും ഈമാനാണ്. കാരണം അത്ര വലിയൊരു തുക അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അതൊക്കെ വലിയ പുണ്യമുള്ള അമലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നാം ഒന്ന് ഉണരണം. അവർ നമുക്കൊരിക്കൽ മാതൃകയാണ്. വീണ്ടും അയാൾ ഒരു മാതൃക പുരുഷനായി നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇതൊക്കെ സമ്പന്നർക്ക് മാതൃകയാകേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് യൂസുഫ് അലി ഉയർന്നു വന്നത്. നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങളെ പരിഗണിക്കുമ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കും. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിലേക്ക് വലിയ ബർക്കത്തും വലിയ ഐശ്വര്യമൊക്കെ കിട്ടണമെങ്കിൽ 5 കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് പാവങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ്. പാവങ്ങളെ പരിഗണിക്കുമ്പോൾ നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ എല്ലാം അത്ഭുതകരമായി രക്ഷപ്പെട്ട് അത് നമുക്ക് ജീവിതത്തിലെ അനുഭവിക്കാൻ സാധിക്കും, ഉറപ്പാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അനുഭവിച്ചവരൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അത്ഭുതമാണ്. മാഷാ അല്ലാഹ്, 371 കോടി രൂപ അള്ളാഹു നീ കബൂലാക്ക റഹ്മാനെ. ആഫിയത്തുള്ള ദർഗായസ് അദ്ദേഹത്തിന് നൽകണേ റഹ്മാനെ. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നാമയ്ക്ക് മുൻപന്തിയിൽ വേണം. മറ്റു നാം ചെയ്യുന്ന അമലുകളെക്കാൾ വലിയ പുണ്യങ്ങളാണ് ഇതെനിക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.